ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വാർത്ത നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്ന് വലിയ തോതിലുള്ള ശക്തമായ രീതിയിലുള്ള ആക്രമണം നടന്നു നോക്കിയതാണ് വാർത്ത വന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി കണ്ണുരുട്ടി കാണിച്ചു എന്ന് തോന്നുന്നുണ്ട്. ചെറിയ മാറ്റം കാണുന്നു. ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. അത് അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അവിടെ ആശീസ്സുകളോട് കൂടിയാണ് അവിടെ ഈ അദ്ദേഹത്തിൻ്റെ വിമർശനം വന്നത്. എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ പറയാനുള്ളത് ഇവരിലൂടെ പറയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് എൻ്റെ നാട്ടിലൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ വൃത്തം ഒപ്പിച്ച് കവിത എഴുതും. അപ്പം അദ്ദേഹം ഒരല്പം ആത്മീയ കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്വാമി എന്നായിരുന്നു അദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു കവിതാ പുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ, ഇത് എൻ്റെ കവിതാ സമാഹാരങ്ങളാണ്, നിങ്ങൾ പൈസയൊന്നും തരണം, ഇത് വായിച്ചിട്ടൊരു അഭിപ്രായം വേണം, ഇത് വൃത്തം എല്ലാം റെഡിയാണെന്ന്. അപ്പം ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, സ്വാമി കൊള്ളാമല്ലോ, ഇത് കവിത കൊള്ളാമല്ലോ, ഇത് എങ്ങനെ എഴുതുന്നേ, എങ്ങനെ ഇത് എഴുതിയത്? ഇത് ഞാൻ എഴുതിയതല്ല, എന്നിലൂടെ എഴുതപ്പെട്ടതാണ്. അങ്ങനെ ഉള്ളിലുള്ള ശക്തി. അതെ, അതായത് ഏതോ ശക്തി എന്നിൽ പ്രവർത്തിച്ച് എന്നിലൂടെ എഴുതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെതിരായ വിമർശനം പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി നടത്തിയതല്ല, അവരിലൂടെ നടത്തപ്പെട്ടതാണ്. കാരണം അതുകൊണ്ട് അത് നടത്താനുള്ള ധൈര്യമൊന്നും ഒരിടത്ത് ഒരാൾക്കും നിലവിൽ ഇല്ല. ഇപ്പോൾ ഏറ്റവും വലിയ കോമഡി ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, വാർത്ത വരുന്നു പത്തനംതിട്ടയിൽ പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം, ഗോവിന്ദനും പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം, വീണയ്ക്കെതിരെ രൂക്ഷ വിമർശനം, വീണ പൊട്ടിത്തെറിച്ചു പല കഷ്ണങ്ങളായി പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. പക്ഷേ ആ വാർത്ത വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിഷേധക്കുറിപ്പുമായിട്ട് ഇന്നലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുൻ MLA രാജു എബ്രഹാം, അതായത് കള്ളൻ കയറിൻ്റെ 7-ാം പക്കം പട്ടി ഉരയ്ക്കുന്നു എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലാണ്. എന്താണ് ഈ പ്രവചിച്ച വാർത്തയൊന്നും ശരിയില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഇവരെപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്, മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും. അതെ, അത് മാധ്യമ സൃഷ്ടിയാണ്. ഈ യോഗത്തിരുന്നോ തന്നെ ആദ്യം വെളി ഇറങ്ങി മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കണമെന്ന കാര്യം എല്ലാവർക്കും അതിനൊരു പേടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, MV ഗോവിന്ദൻ്റെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് വീണു. സഖാക്കൊക്കെ പറയാനുള്ള എല്ലാം തുറന്ന് പറയാനുള്ള വേദി ഒരുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വേദികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനുള്ള പറഞ്ഞാൽ അവരിറങ്ങി പറയാൻ തുടങ്ങിയപ്പോഴാണ് കാരണഭൂതന് കാര്യം പിടികിട്ടുന്നത്. ഇത് ഒരിടത്ത് തുടങ്ങി, 2 3 കാരണഭൂതന്റെ തറവാട്ടിൽ നിന്ന് വരെയായി, അതായത് കണ്ണൂരിൽ നിന്ന് വരെയായി. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതെല്ലാം കൂടെ വന്നാൽ ഞാൻ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം താത്തു വെച്ചിട്ട് പോകേണ്ടി വരും. കാരണം ഇത്രയും രൂക്ഷമായ വിമർശനം എല്ലാ ജില്ലകളിൽ നിന്നും, PBയിൽ നിന്നും, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ഈ ഇത്രയും അനഭിമതനായ ഒരാൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ലോ, നിങ്ങൾ സ്വയം മാറേണ്ടി വരും. സ്വാഭാവികമാണ്. നാണോ മാനോ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പണിക്ക് പോകില്ല. അതെ, പക്ഷെ വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭാര്യ മക്കളും വീട്ടിൽ കയറ്റില്ല. കൊടിവെച്ച കാറും പോലീസ് ആകുമ്പോഴേയും ഈ കള്ളന്മാരായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫിനെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠിക്കുക. അവരായിരുന്നു നോക്കണം, അവർക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയായിരിക്കും. അപ്പോൾ അവരങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വീട്ടുകാർ വിരലുകൊണ്ടിക്കൊണ്ട് പറയും പറയും പോയി കസേരയിരിക്കുവാന്ന് പറയും. അപ്പോൾ ഇതേ തുടർന്നാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കണ്ണൂരിട്ടി. ഇന്നലെ ദുർബലമായ ഒരു പ്രസ്താവന രാജു എബ്രഹാമിൻ്റേതായിട്ട് വന്നു. അതായത് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊന്നും ശരിയല്ല. വീണ ജോർജ് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നുണ്ട്. വീണ ജോർജിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. വീണ ജോർജിന് അവർ സംസ്ഥാന കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവാണ്. ആ സ്ഥിതിക്ക് അവർക്ക് ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല, അവരത് അവിടെ പറഞ്ഞു. അതുകൊണ്ട് അവരിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്കും ഗോവിന്ദനുമെതിരെ യാതൊരു വിമർശനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കണ്ണടച്ചിരുട്ടാക്കുക നമ്മളെപ്പോഴും മലയാളത്തിൽ. അത് മാത്രമല്ല, പിണറായി വിജയൻ ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങി അതിന് കാരണഭൂതനായി മാറി ഈ പാർട്ടിയെ മുച്ചൂട് തകർത്തു. ഇത്രയൊക്കെ ആയിട്ടും ഇയാളെ പേടിയാണ്. ഇയാളെ ഫ്ലക്സ് മാറ്റിയിട്ടുണ്ടായി, റോഡ് മുഴുവൻ വെച്ചിരുന്നു. അത് അവിടെ അല്ല, അതൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്ത് മാറ്റി. അത് ഒരു കാരണം, ഇതൊക്കെ കോഴിക്കോടിന് വെക്കാനേ കൊള്ളത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ആരോ പെരുമഴയത്ത് 2-3 നേരം ഇറന്ന് തലയിൽ വെച്ചുകൊണ്ട് പോകുന്നൊരു മഴ ആയതുകൊണ്ട് സിനിമയുണ്ടല്ലോ, ഇന്ത്യൻ പ്രണയകഥ. അതെ അതെ. അപ്പൊ അതിനകത്ത് സിദ്ധാർത്ഥൻ ഒരു പേരുമുണ്ട്. അതെ അതെ, അദ്ദേഹത്തിന്റെ ഹൈമന സിദ്ധാർത്ഥന്റെ വീടിന്റെ കോഴിക്കൂട് ഒക്കെ ഈ ഫ്ലക്സ് വെച്ചാണ് അതിന് മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതിന് 2 ഗുണമാണ്. കുറച്ച് നാൾ നമുക്ക് കവലയിൽ വെക്കാം, അതിനുശേഷം എടുത്തുകൊണ്ട് വന്ന് കോഴിക്കൂടിന്. അല്ല, മാത്രമല്ല ഈ ഫ്ലക്സുകൾ അപകടകാരിയാണ്. കാരണം ഇത് വലിയ കാറ്റും മഴയും വരുന്ന കാലമാണ്. ഇതെല്ലാം കൂടെ തലയിലങ്ങനെ വന്ന് വീണല്ലോ, ആള് മരിച്ചു പോകുന്നത്. അത്രയും വലിയ ഫ്ലക്സ്, കാരണഭൂതൻ എഫക്റ്റ് അങ്ങ് മാറി. ഇയാൾ സാധനം ഒഴിഞ്ഞോടെ കേരളത്തിന് ഒരു അല്പം ശാന്തി സമാധാനവും പ്രകൃതിക്ക് പോലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, പിണറായി വിജയനെ ഇപ്പോഴും ഭയമാണ്. ഇവർ എത്ര ജനാധിപത്യ രീതിയിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരം കൊടുത്താലും ഒരാളും പറയാൻ പാടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കഥ. സ്റ്റാലിൻ മറ്റേ ഈ സ്ട്രോക്കായി വീണ് കിടന്നപ്പം ആദ്യം അതിൻ്റെ ഉറ്റ അനുയായ ബെറിയ വന്നിട്ട് പറഞ്ഞത് ഇയാളിപ്പം കൊണ്ടുവരുന്നതാണ് ഡോക്ടറെ അടുത്ത്.
അപ്പോഴും പേടിയാണ്. ഏത് അനങ്ങാൻ പോയ സ്ട്രോക്ക് ഒന്ന് കിടക്കുന്ന അയാളുടെ മരണാസനം കിടക്കുന്ന സ്റ്റാലിനെ പോലും ഒരു ഭയന്നിരുന്നു. അതെ. അത് ഇയാൾ ഡോക്ടറുടെ അടുത്ത് പതുക്കെ കൊണ്ടുപോയാൽ മതി, ഡോക്ടറെ പതുക്കെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കാര്യം. ഈ ഭയം ഇവർ ഈ ഭയം ജനിപ്പിച്ച് എല്ലായിടത്തേക്കും ഭയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കും. എല്ലാവരും എന്നെ പേടിച്ചിരിക്കണമെന്നുള്ള ഒരു ധാരണ ഇവരെപ്പോഴും ഉണ്ടായി. അത് ഈ ഏകാധിപതികളെല്ലാം ചെയ്യുന്നത് ഇത് തന്നെ, ഭയം സൃഷ്ടിച്ചിരിക്കും. പക്ഷേ അവസാനം ജനങ്ങളിങ്ങനെ ഇറങ്ങി. ഈ റൊമേനിയയിലൊക്കെ ജനങ്ങൾ ഇറങ്ങി നാട്ടെ ഈ യുവമാരൊക്കെ തല്ലിക്കൊന്നു. ഇവിടെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിൽ കൂടെ അല്ലെങ്കിൽ അവർ ഇലക്ഷനിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൂടെ അവർ അഭിപ്രായം രേഖപ്പെടുത്തി റെഡിയാക്കി പുറത്തിറക്കി വിട്ടു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അന്തം കമ്മി സൈബർ സഖാക്കളുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തി ഇയാൾക്കെതിരെ പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട് പിണറായി വിജയൻ ഒറ്റയൊരുത്തം കാരണമാണ് ഇത് തോറ്റതെന്ന്. പക്ഷെ അപ്പോഴും പിണറായിയുടെ സ്തുതിപാഠക വൃന്ദം ഇപ്പോഴും നെടുങ്കൻ ലേഖനങ്ങൾ അത് നന്ദി കാണിക്കണമെന്ന് പറയുന്നത്. നമ്മൾ നന്ദി വേണമെന്ന് പറയില്ലേ? ഈ സെക്രട്ടേറിയറ്റ് കുറേ എണ്ണത്തിനോട് വെച്ചിട്ടുണ്ട്. അത് ഇയാളെ PRT എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ലക്ഷമാണ് ശമ്പളം ഓരോരുത്തരും കിട്ടിയിരുന്നത്. ആ പൈസ വാങ്ങിച്ചവർ ചിലരെങ്കിലും തോന്നിക്കാണ് ഇത്രയും നാളെ ഞാൻ വെറുതെ ഒരു പണിയും ചെയ്ത പൈസ വാങ്ങിച്ചല്ലേ, വെറുതെ മറ്റവരെ ചീത്ത വിളിച്ച് പോസ്റ്റ് ഇട്ടതല്ലേ, അല്ലെങ്കിൽ ഈ ഇയാളെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടല്ലെന്ന് വിചാരിച്ചാൽ നന്ദി പ്രകടിപ്പിക്കുന്നതായിരിക്കും. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ശരിക്കും ഈ ഓഡിറ്റ് ഒരെണ്ണം വേണം. എന്താണെന്നറിയോ, ഇതിനകത്ത് ഈ പറയുന്ന ഇയാൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 10 വർഷത്തിനുള്ളിൽ ഇയാളുടെ വ്യക്തിപരമായ പരസ്യങ്ങൾക്കായിട്ട്, അതായത് എല്ലാത്തിനകത്തും അയാളുടെ തലയും ഫുൾ ഫിഗറും അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത്, എന്തുകൊണ്ട് ഈ പരസ്യത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത്, അതുപോലെ ഈ പുതിയ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള പരസ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പരസ്യത്തിന് പ്രയോജനം ഉണ്ടായില്ല, മുഖ്യമന്ത്രി ഓഫീസ് ഉണ്ടാകുന്ന പലരുടെ മക്കൾക്ക് തന്നെ പ്രയോജനം ഉണ്ടായെന്നുള്ളത്. അതെ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാമോ ആ രീതിയിലെല്ലാം കൊള്ളയടിച്ചു. പിന്നെ പത്തനംതിട്ട പോലെ ഒരു ജില്ലയിൽ നിന്നാണ് ആദ്യമായിട്ടൊരു എതിർപ്പ് വരുന്നത്. അതാണ് കേരളം മുഴുവൻ വാർത്ത. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് മറ്റ് ജില്ലകളിലെല്ലാം ആഞ്ഞടിച്ചത്. കൊല്ലത്തും ആലപ്പുഴയിലും കണ്ണൂർ വരെ എറണാകുളത്ത് ഇതെല്ലാം ആഞ്ഞടിച്ചത് ഇങ്ങനെ. അവിടെ എറണാകുളത്ത് P. രാജീവ് വികാരാധീനായി എന്നൊക്കെയാണ് പറയപ്പെട്ടത്. P. രാജീവ് വികാരാധീനായിട്ടൊരു കാര്യമില്ല. കാരണം ഇപ്പോഴെല്ലാവരും പറയുന്നുണ്ട് ഇയാൾ വേണ്ടായിരുന്നു, പിണറായി വിജയൻ വേണ്ട. ഇതെന്തുകൊണ്ട് നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് ചോദിച്ചില്ല, പറഞ്ഞില്ല? ഉറപ്പായിട്ടും ഈ പിണറായി വിജയനെ മാറ്റി ശൈലജയോ അല്ലെങ്കിൽ ബാലഗോപാലനോ ഇവരാരെങ്കിലും ഈ മുന്നണിയെ നയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ തുടർഭരണം ഉണ്ടാകുമായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഒരു സംഭവം എങ്ങും ഇല്ലായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എത്രയോ ജനകീയമാരെ സുരേഷ് കുറുപ്പിനെയൊക്കെ പോലുള്ള ആളുകൾ ചവിട്ടി ഒതുക്കി ഇട്ടുള്ളതാണ്. അവരെയൊക്കെ മുന്നോട്ട് കൊണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ അവരെയൊക്കെ മന്ത്രിമാരാക്കുകയും അടുത്ത് വരുമ്പോൾ ഇവരാണ് അടുത്ത് നയിക്കാൻ പോകുന്നത്, സുരേഷ് കുറുപ്പൊക്കെയാണ് അടുത്ത സർക്കാർ നയിക്കാൻ പോകുന്നതെന്ന് ഇവരുടെ രീതിയിൽ പ്രചരണം വന്നിരുന്നെങ്കിൽ അവർ സുഖമായിട്ട് ജയിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കൊള്ളസംഘത്തിന് ഈ കുടുംബത്തോടുകൂടി കൊള്ളയടിക്കാൻ ഇറങ്ങിയവന്മാരെ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരും മൊത്തം മോശമായിരുന്നു. ഒറ്റ ആൾ പോലും അതായിരുന്നു അവരുടെ യോഗ്യതയും. അതെ, യോഗ്യത അതാണ്. മറ്റേ മന്ത്രിസഭയിൽ G. സുധാകരനും തോമസ് ഐസക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേറൊരു യാഥാർത്ഥ്യം കൊണ്ട് അതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പറഞ്ഞ ഒരു കാര്യം, ഇയാളൊരു മരപ്പൊട്ടന എഴുതി കൊണ്ട് കൊടുത്താൽ ഒപ്പിടും, എന്ത് കൊടുത്താലും ഒപ്പിടും. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന എവിടെയാണെന്നറിയാം. ഈ പുള്ളിക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പേപ്പറിൽ എഴുതിക്കൊണ്ട് ഒന്ന് വായിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. മന്ത്രിസഭായോഗത്തിന് ശേഷം പത്രസമ്മേളനം പോലും അദ്ദേഹം കാരണം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് അറിയില്ല. ആ കപടനാടകമാണ് മാധ്യമങ്ങളെ. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ആപ്പടം അറിയാമായിരുന്ന ഒരു കാര്യം കുടുംബത്തിൽ നടത്തുന്ന കച്ചവടങ്ങളായിരിക്കും, കള്ളക്കച്ചവടങ്ങളായിരിക്കും. അതെ, അതേക്കുറിച്ച് മാത്രം പുള്ളി അന്വേഷിക്കാൻ കൃത്യമായിട്ട്. കാര്യം വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെ കണക്ക് കൊടുക്കണമല്ലോ. ഞങ്ങൾക്ക് ഈ ആഴ്ചത്തെ മന്ത്രിസഭായോഗത്തിൽ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന മാത്രമായിരിക്കും സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി ഈ നാട്ടിലെന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. അല്ലാതെ പിണറായി വിജയൻ്റെ വിഷനോ അയാളുടെ ബുദ്ധിശക്തിയിൽ വിരിഞ്ഞതോ ആയിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല. ബിഗ് സീറോ ആയിരുന്നു. ശരിക്കും ഉപജാപക വൃന്ദങ്ങളാൽ നയിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. ഈ ഉപജാപക വൃന്ദങ്ങൾ കാരണമാണ് ഈ ഭരണം നഷ്ടമായത്. അതിനകത്ത് ഏറ്റവും വലിയ കാരണഭൂതൻ P. ശശിയാണ്. കാരണം 96-ലെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മന്ത്രിസഭ അവസാനം നമുക്കറിയാമല്ല, ആ വിഷമദ്യ ദുരന്തം ഉൾപ്പെടെയുള്ള എന്തെല്ലാം ഇയാളെ പേരിൽ വന്ന ആരോണം കൈയും കണക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരുപക്ഷെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആദ്യം ആരോണമൊന്നും വരില്ലായിരുന്നു. E. K. നായനാർ ഇപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ പോലും അവസാനം അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരുപാട് പഴിയേക്കേണ്ടി വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശക്തിധരൻ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് ശശി കാട്ടിക്കൂട്ടിയ വിക്രിയകളൊന്നും ശശിയുടെ പേര് പറയാതെ കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും. ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് ദിനേശ മുത്തലത്തൊന്നുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചില്ല. രണ്ടാം മന്ത്രിസഭ കാലത്ത് ഈ പാഴ് മന്ത്രിമാരെയും അവരെല്ലാം മൊത്തം വെച്ച് കച്ചവടം നടത്തണം. ഇങ്ങനെ ഒരാൾ വരണം ഓഫീസിൽ, നേരെ വന്നു. അയാളുടേതായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കി പണി കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാൻ പോയി. എന്തുകൊണ്ട് സാധുക്കളായിട്ടുള്ള ജനങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്തു.
പരാതിക്കാരെ മുഴുവൻ ഇയാൾ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണെങ്കിലും ശരി, കാരണഭൂതനെതിരെ ഉയർന്ന ശബ്ദങ്ങൾ അടിച്ചമർത്താനുള്ള നീക്കമാണ് വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷേ ഈ നാട്ടിൽ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണെന്നൊരു തെറ്റിദ്ധാരണ ഈ പിണറായിക്കും ശശിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാന്ന് അവരും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സാധുക്കളാണ്, നിനക്കൊക്കെ വോട്ട് ചെയ്തു പോയി എന്നൊരു അപരാധം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് ഞങ്ങൾ ചവിട്ടിക്കൂട്ടാ നീയൊക്കെ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾ അന്ന് തിരഞ്ഞെടുപ്പ് ദിവസം ഓർമ്മയുണ്ടല്ലോ, അതിരാവിലെ എന്ന് എല്ലാവരും വോട്ട് ചെയ്തു. അതെ, കാര്യം ഉച്ചയ്ക്ക് വല്ല മഴയാനും കൊടുത്ത കടുത്ത വേലാണെങ്കിൽ പോലും രാവിലെ ഞാൻ രാവിലെ വോട്ട് ചെയ്തില്ല, ഞാൻ 6:30 പോയിരുന്നു. അപ്പോഴും നീണ്ട ക്യൂ ആണ് അവിടെ. എങ്ങനെ ഇവർ ചവിട്ടി ഓടിക്കുക എന്നുള്ള ഒരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിലങ്ങായി. അതാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും പിണറായി വിജയൻ ഇപ്പോഴും ശക്തനാണ്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും ശബ്ദങ്ങളും അയാൾ അടിച്ചമർത്തുക തന്നെ ചെയ്യും. പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ വരെ എത്തിയപ്പോഴേക്കും തന്നെ ഏതാണ്ട് കാര്യം ഉറപ്പായി. ആലപ്പുഴയും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ട്. അയാൾ അടിച്ചമർത്തുക തന്നെ, ഒരു ശബ്ദവും തനിക്കെതിരെ ഉയരാൻ അയാൾ സമ്മതിക്കില്ല. പറ്റിയ സെക്രട്ടറിയും കൂട്ടിനുള്ളതുകൊണ്ട്, അതെ, പൂർണ്ണ വിധേയനായ സെക്രട്ടറിയും കൂടെ ഉള്ളതുകൊണ്ട് അതെല്ലാം സാധിക്കും.